പോക്കറ്റിൽ ഹിറ്റ് ലിസ്റ്റും സൗഹൃദത്തിന്റെ പുഞ്ചിരിയുമായി ഇന്നലകളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവർ തീരെ ചില്ലറക്കാരായിരുന്നില്ലെന്ന് ഓർമ്മിപ്പിച്ച് ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണവും ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപനവും ലക്ഷ്യം വെക്കുന്നവരെ തിരിച്ചറിയണമെന്ന് വള്ളിക്കാട്ടച്ചന്റെ മുന്നറിയിപ്പ്. ഹിറ്റ് ലിസ്റ്റിന്റെ രീതിശാസ്ത്രം ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തുറന്നുകാട്ടുന്നു. അതിങ്ങനെ: കാരുണ്യ പ്രവർത്തനങ്ങളുടെ പഞ്ചസാരയിൽ പൊതിഞ്ഞും രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തും മിലീഷ്യയെ വളർത്തിയെടുക്കുന്ന രീതിശാസ്ത്രം 1928 ഹസനുൽ ബന്നയാണ് ഈജിപ്തിൽ വിജയകരമായി നടപ്പാക്കിയത്. PFI അതിന്റെ വെറും കോപ്പിയാണ്. PFI മാത്രമല്ല, മിക്കവാറും എല്ലാ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഇതേ രീതിശാസ്ത്രമാണ് പിൻചെല്ലുന്നത്. സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ സഹായഹസ്തങ്ങളും പ്രോത്സാഹനങ്ങളുമായി കടന്നു ചെന്ന് നിറസാന്നിധ്യമാകുക എന്നതാണ് ഒന്നാമത്തെ പടി. ക്രമേണ എല്ലാ ഇടപെടലുകൾക്കും നീതിയുടെയും സമത്വത്തിന്റെയും ആദർശങ്ങൾ ഉയർത്തി രാഷ്ട്രീയമായി ശക്തിയാർജിക്കുക എന്നത് രണ്ടാം ഘട്ടമാണ്. ഇതോടൊപ്പവും ഇവയുടെ മറവിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സായുധ വിഭാഗവും ഉണ്ടായിരിക്കും എന്നത് ബ്രദർഹുഡ് രീതിശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയും നേടുന്നതുവരെ കാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കുന്ന തോതിൽ രാഷ്ട്രീയമായി ശക്തിയാർജിക്കുകയും സമൂഹത്തെ വരുതിയിൽ നിർത്താമെന്നാകുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ അതുവരെ വെളിച്ചത്ത് വരാതിരുന്ന സായുധ സംഘങ്ങളെ രംഗത്തിറക്കുകയും ചെയ്യുക എന്നത് ഹസനുൽ ബന്നയും സയ്യിദ് ഖുതൂബും സംയുക്തമായി ആവിഷ്കരിച്ച രീതിശാസ്ത്രമാണ്. ലക്ഷ്യം സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണവും ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപനവുമാണ്. അതിനായി ജിഹാദ് ചെയ്യാൻ എല്ലാ ഇസ്ലാം വിശ്വാസികളെയും സജ്ജരാക്കുകയും നിർബന്ധിതരാക്കുകയും ചെയ്യുക എന്നതാണ് ബ്രദർഹുഡ് നടപ്പിൽ വരുത്തിയ ഇസ്ലാമികവൽക്കരണ വ്യവസ്ഥ. 1928 ഇസ്മായിലിയ എന്ന ചെറുപട്ടണത്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡ് 1948 ഡിസംബർ 28 ഈജിപ്തിന്റെ പ്രധാനമന്ത്രി മഹ്മൂദ് അൻ നുക്രാഷിയെ വധിച്ചുകൊണ്ടാണ് രാജ്യത്തിനുമേൽ പിടിമുറുക്കിയത്. 2006 സ്ഥാപിതമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പ് മാത്രമല്ല, മുസ്ലിം ബ്രദർഹുഡുമായും ഇതര ആഗോള ഭീകര സംഘങ്ങളുമായും സജീവമായി ബന്ധം പുലർത്തി വരികയും 2047 ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. മിലീഷ്യ ഒരു സങ്കല്പമോ ആരോപണമോ അല്ലെന്നും കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആയുധ പരിശീലനം നടത്തിവരികയായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കേവലം പ്രാദേശിക ഏറ്റുമുട്ടലുകളിലൂടെ കൊല നടത്തി വന്നവരുടെ കൈവശമുള്ള ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുള്ളത്. സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലും മിലീഷ്യ വിഭാഗത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരിലും മറ്റും അവശേഷിക്കുന്ന ലിസ്റ്റുകളും അതിന്റെ വ്യാപ്തിയും ഊഹിക്കാൻ മാത്രമേ കഴിയൂ. 20 വർഷം കൊണ്ട് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയെ വരെ ഇല്ലാതാക്കിയ ചരിത്രമുള്ള ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പിനും ലക്ഷ്യം രാജ്യത്തിന്റെ ഭരണം പിടിക്കുക എന്നത് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. ഇത്തരം ഒരു പ്രസ്ഥാനത്തെ 5 വർഷത്തെ നിരോധനം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് നീതിപീഠവും ഭരണകർത്താക്കളുമാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ്: പോക്കറ്റിൽ ഹിറ്റ് ലിസ്റ്റും സൗഹൃദത്തിന്റെ പുഞ്ചിരിയുമായി ഇന്നലകളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവർ തീരെ ചില്ലറക്കാരായിരുന്നില്ല. PFIക്ക് വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും PFI മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രവും രീതിശാസ്ത്രവുമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖങ്ങളെ ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളൂവെങ്കിലും ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ത്രിതല പ്രവർത്തന രീതിശാസ്ത്രത്തെ പറ്റിയുള്ള ഉയർന്ന ജാഗ്രത സമൂഹത്തിനുണ്ടാവണമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു.